സൗദി അറേബ്യ നയിക്കുന്ന എണ്ണക്കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കും സഖ്യകക്ഷികളും വീണ്ടും ക്രൂഡ് ഓയിൽ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആവശ്യമായതിന്റെ 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഇതിനെ മറികടക്കുവാനുള്ള നീക്കവും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. ഇത്രനാളും ഒപ്പം നിന്ന ഇന്ത്യയെ ചതിക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വെനസ്വേല, ഗയാന, സുരിനാം, നമീബിയ എന്നിവയുൾപ്പെടെ ഒപെക്കിനും സഖ്യകക്ഷികൾക്കും പുറത്തുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തി രാജ്യത്തേക്ക് എണ്ണ എത്തിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. $600 മില്യൺ ലാഭവിഹിതത്തിന് പകരമായി വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ്. ഒപെക് ഉൽപാദനം വെട്ടിക്കുറച്ചതിന്റെ ഫലമായി വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടത്തിന്റെയും വിതരണ പ്രതിസന്ധിയെയും സുഖകരമായി മറികടക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. പ്രതിസന്ധിയും ആഗോള എണ്ണവിലയിലെ വർധനയും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിച്ചേക്കാം. റഷ്യ ഉൾപ്പെടെയുള്ള ഒപെക് ഗ്രൂപ്പ് ജൂൺ അവസാനം വരെ സ്വമേധയാ ക്രൂഡ് ഓയിൽ വിതരണം വെട്ടിക്കുറയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ സ്വമേധയാ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം പ്രതിദിനം 1 ദശലക്ഷം ബാരലായി കുറയ്ക്കുമെന്നുമാണ് വിവരം. ജൂൺ അവസാനത്തോടെ സൗദിയുടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം പ്രതിദിനം 9 ദശലക്ഷം ബാരലായി നിലനിർത്തും. ഇറാഖ്, UAE, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളും വിതരണത്തിൽ കുറവ് വരുത്തുമെന്ന് ഒപെക് സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട്. 2022 ഒക്ടോബർ മുതലാണ് ഒപെക് രാജ്യങ്ങൾ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുവാൻ തുടങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിൽ വിതരണം കുറച്ചുകൊണ്ട് വിലസ്ഥിരത കൈവരിക്കുക എന്നതാണ് ക്രൂഡ് ഓയിൽ ഉൽപാദക രാഷ്ട്രങ്ങളുടെ ലക്ഷ്യം. എന്നാൽ ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ നീക്കം തിരിച്ചടിയാണ്. എണ്ണയുടെ വിതരണം കുറയുന്നത് സ്വാഭാവികമായ വില വർധനവ് കാരണമാവുകയും ചെയ്യും. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് തുടർച്ചയായി എണ്ണ ഇറക്കുമതി ചെയ്തിട്ടും ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുവാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തുവാൻ ആരംഭിച്ചത്. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു. റഷ്യയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ. ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കുക എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന നീക്കമായിട്ട് കൂടി ആരും ഇന്ത്യക്കെതിരെ ശബ്ദിച്ചിരുന്നില്ല. റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയെ ദീർഘകാലമായി ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നു. പകരം എണ്ണ ഇറക്കുമതിക്കായി ഖത്തർ പോലുള്ള ബദൽ സ്രോതസ്സുകൾ അവർ കണ്ടെത്തി. റഷ്യയുടെ കയറ്റുമതിയുടെ ഏകദേശം 60% എണ്ണയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ വരുമാനം വെട്ടിക്കുറയ്ക്കുന്നതിന് യൂറോപ്യൻ യൂണിയന് ഇത്തരം നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമായിരുന്നു. പല യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ഭാഗമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞപ്പോൾ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിതരണം ചെയ്യുവാൻ തുടങ്ങി. ഇതേ തുടർന്നാണ് ഇന്ത്യയും ചൈനയും പോലുള്ള വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾ വലിയ അളവിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടയുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും സഹകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അമേരിക്ക ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഈ തന്ത്രം തുടക്കത്തിൽ അമേരിക്കയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യയുടെ ഈ നീക്കത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നത് തുടരും എന്ന ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ തുടരുന്നതിനിടെയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തന്ത്രത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യായീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും റഷ്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ ഇന്ത്യ കടുത്ത അമർഷത്തിലാണ്.